ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ. പദ്ധതി പ്രഖ്യാപനങ്ങൾ ഏത് രീതിയിലായിരിക്കും ധനകാര്യ വകുപ്പ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് എന്നത് തന്നെയാണ് നമ്മളെല്ലാവരും കാണുന്നത്. കാരണം വലിയ സാമ്പത്തിക പ്രതിസന്ധി, അത് കേന്ദ്രം നമ്മൾക്ക് തരുന്ന തലവേദന എന്ന് പറയുന്നത് ചെറുതല്ല. അത്തരത്തിലുള്ള സാമ്പത്തിക ഞെരുക്കങ്ങൾക്കിടയിലാണ് ഇത്തരത്തിലുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതി പ്രഖ്യാപനങ്ങൾ നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സിക്യൂഷൻ അത് ഏത് രീതിയിലായിരിക്കും? തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രഖ്യാപനങ്ങൾ എന്നാണ് വിമർശിക്കപ്പെടുന്നത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണോ? തെരഞ്ഞെടുപ്പിന് ഇനിയുമില്ലേ മാസങ്ങൾ? അപ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലായി, കഴിഞ്ഞ 2 ടേമുകളിലായി LDF സർക്കാർ നടപ്പിലാക്കി വരുന്ന പുരോഗമന പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ച, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ആ നവകേരള സദസ്സിൽ സംസ്ഥാനത്തുടനീളം മന്ത്രിമാർ സഞ്ചരിച്ച് അതിൽ നിന്ന് ജനങ്ങളുടെ, സാധാരണക്കാരായ ജനങ്ങളുടെ ആവശ്യം കേട്ട് മുന്നോട്ട് കൊണ്ടുവന്ന പദ്ധതികൾ, അത് ഇന്നലത്തെ ഒരു 2 മണിക്കൂർ മന്ത്രിസഭാ യോഗത്തിലെ കൂടിയാലോചനകൾ ശേഷം മാത്രം പ്രഖ്യാപിച്ച പദ്ധതികളല്ല ഇത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഏത് വിഭാഗത്തിനാണ് ഏത് വിഭാഗത്തെയാണ് കൂടുതൽ ചേർത്ത് പിടിക്കേണ്ടത് എന്ന കൂടിയാലോചനയുടെ ഭാഗം കൂടിയാണ് ഇത്തരത്തിലുള്ള പദ്ധതി പ്രഖ്യാപനങ്ങളൊക്കെ. തീർച്ചയായും വിനിഷ, അതായത് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഇത്തരത്തിൽ ഒരു വലിയ പ്രഖ്യാപനങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. നമ്മൾ സാധാരണ പരിശോധിച്ചാൽ മനസ്സിലാകുന്നതാണ്. കാരണം ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയം, അല്ലെങ്കിൽ ഒരു സർക്കാർ ഇറങ്ങിപ്പോകുന്ന ഒരു ഘട്ടത്തിലെ ബജറ്റ്, അത്തരത്തിലുള്ള സാഹചര്യത്തിലൊക്കെയാണ് നമ്മൾ ഇങ്ങനെ പ്രഖ്യാപനങ്ങൾ കണ്ടിട്ടുള്ളത്. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഇന്നലെ സൂചിപ്പിച്ചത്, എന്താണോ സർക്കാരിൽ ജനങ്ങൾ അർപ്പിച്ചിട്ടുള്ള വിശ്വാസം, ആ വിശ്വാസം നിലനിർത്തുക എന്നുള്ളത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഒരു കാലത്തും വരുത്താൻ LDF സർക്കാർ അതിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്താൻ തയ്യാറാകാത്തത്. പ്രത്യേകിച്ചും പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ കേന്ദ്രത്തിൻ്റെ വലിയ തോതിലുള്ള സാമ്പത്തിക സമ്മർദ്ദം തുടരുന്നൊരു ഘട്ടത്തിൽ പോലും സംസ്ഥാനത്തിൻ്റെതായ രീതിയിൽ വരുമാനം കണ്ടെത്തിക്കൊണ്ട് ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പ്രധാനമായും സംസ്ഥാന സർക്കാർ ലക്ഷ്യമിട്ടിരുന്നതും. ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നതും. ഒപ്പം തന്നെ LDF സർക്കാരിന്റെ പ്രകടന പത്രിക, ആ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ വെറുതെ പ്രകടന പത്രികയിൽ പറഞ്ഞു പോവുക എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് അത് നടപ്പാക്കി അത് ജനങ്ങൾക്ക് അതിൻ്റെ കൃത്യമായ രീതിയിൽ ജനങ്ങൾ അതിൻ്റെ ഗുണഭോക്താക്കളായി മാറുന്ന ഒരു സാഹചര്യം, അതാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഈ പ്രഖ്യാപനങ്ങൾ എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ഒരു മേഖലയും ഒഴിച്ചു മാറ്റി നിർത്തിയിട്ടില്ല അതിനകത്ത് നിന്ന് എന്നുള്ളതാണ്. സർവ്വമേഖലയും സർവ്വതല സ്പർശിയായിട്ടുള്ള ഒരു പ്രഖ്യാപനം ആയിരുന്നു ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയത് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ മറ്റൊന്ന്, ഈ പ്രഖ്യാപനങ്ങൾ വെറുതെ നടത്തി പോവുകയല്ല, ഇത് കൃത്യമായ രീതിയിൽ നടപ്പാക്കി മുന്നോട്ട് പോകുക, അത് തന്നെയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. കാരണം അടുത്ത മാസം മുതൽ ഇത് ലഭിച്ചു തുടങ്ങുകയാണ് എന്നുള്ളതാണ്. അതിപ്പോൾ ക്ഷേമ പെൻഷൻ 400 രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് 1600 നിന്ന് 2000 രൂപയാക്കിയതാകട്ടെ, അല്ലെങ്കിൽ ഈ ആശാ വർക്കർമാർക്കുള്ള ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിച്ചതാകട്ടെ, കുടുംബശ്രീ പ്രവർത്തകർക്കുള്ള ADSകൾക്കുള്ള വർധനവാകട്ടെ, അങ്ങനെ എല്ലാ മേഖലയിലും വരുത്തിയിട്ടുള്ള വർധനവ്, അതെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ അടുത്ത മാസം മുതൽ ലഭിക്കുന്നതായിരിക്കും. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ഒക്കെ DA, DR കുടിശ്ശികകൾ അതുൾപ്പെടെയുള്ളവ അടുത്ത മാസത്തിനൊപ്പം ലഭിക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനൊപ്പം തന്നെ 2 പുതിയ പദ്ധതികളുടെ പ്രഖ്യാപനം കൂടി ഉണ്ടായിട്ടുള്ളൊരു ഘട്ടമാണ്. പ്രത്യേകിച്ചും പദ്ധതികളുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് ഉള്ള കരുതൽ അത് സർക്കാർ ഉറപ്പാക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്നും വ്യക്തമാകുന്നത്. കാരണം നമുക്കറിയാം, 60 വയസ്സ് കഴിഞ്ഞാൽ പെൻഷന് അർഹതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ 60 വയസ്സിന് വരെയുള്ളവർക്ക് ഒരു കരുതൽ, അതും മറ്റു പ്രത്യേകിച്ചുള്ള ആനുകൂല്യങ്ങൾ ഒന്നും ലഭിക്കാത്ത സ്ത്രീകൾക്കാണെങ്കിൽ അവർക്ക് ആ ആനുകൂല്യം ലഭിക്കും. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവർക്കായിരിക്കും അതിൻ്റെ ആനുകൂല്യം ലഭിക്കുക. ഒപ്പം തന്നെ യുവാക്കൾക്കുള്ള പരിഗണന, അങ്ങനെ യുവാക്കൾക്കും സ്ത്രീകൾക്കും പ്രത്യേക പരിഗണന നൽകിക്കൊണ്ടുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു. അതിനൊപ്പം തന്നെയാണ് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നത്. പക്ഷേ ഇതെല്ലാം കൃത്യമായ രീതിയിൽ നടപ്പാക്കി മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അത് ധനമന്ത്രിയും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അല്പസമയത്തിനകം തന്നെ ധനമന്ത്രിയും നമുക്കൊപ്പം ചേരുന്നതായിരിക്കും ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. ഏതായാലും ധനമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി, കയ്യിൽ സർക്കാരിന് ഇത് നടപ്പാക്കാൻ സാധിക്കും എന്നുള്ള ആത്മവിശ്വാസം അത് ഒന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സർക്കാർ ഇത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോയത്. ഒരു സുപ്രഭാതത്തിൽ നടത്തിയ പ്രഖ്യാപനങ്ങളല്ല, മറിച്ച് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ രീതിയിൽ അത്
എല്ലാ പരിശോധനകളും നടത്തിയാണ് പുതിയ പദ്ധതികളാകട്ടെ അല്ലെങ്കിൽ ഈ ആനുകൂല്യങ്ങളിലെ വർധനവാകട്ടെ എല്ലാം സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കൃത്യമായിട്ടുള്ള പഠനം നടത്തി അതേത് തലത്തിൽ നടപ്പാക്കാൻ സാധിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ സമഗ്രമായി പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് എന്നുള്ള കാര്യം കൂടിയാണ് ധനമന്ത്രി കൂട്ടിച്ചേർത്തതും. അതുകൊണ്ട് ആർക്കും ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ട. ഇടയ്ക്ക് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിനിടയ്ക്ക് ചില പത്രപ്രവർത്തക മാധ്യമ സുഹൃത്തുക്കളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ പ്രഖ്യാപനങ്ങളൊക്കെ ശരി തന്നെ, പക്ഷേ ഇത് ഏത് രീതിയിൽ നടപ്പാക്കും, അതിന് സർക്കാരിൻ്റെ പക്കൽ പൈസയുണ്ടോ, അങ്ങനെ ഒരു ചോദ്യം ഉയർന്നു വന്നിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി അതിന് നൽകിയ മറുപടിയാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള മറുപടി എന്ന് പറയുന്നത്. അതായത് ഈ കാര്യങ്ങൾ ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങൾ നടപ്പായില്ല, അല്ലെങ്കിൽ അവർക്ക് പൈസ നൽകാൻ സാധിച്ചില്ല, അങ്ങനെ വരുമ്പോഴല്ലേ പിന്നെ അതിലൊരു പ്രശ്നം ഉയരുന്നുള്ളൂ. പക്ഷേ അത് കൃത്യമായി നടപ്പാക്കി അവർക്ക് അതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കി തുടങ്ങിക്കഴിഞ്ഞാൽ, അവർക്ക് കൃത്യമായി ലഭിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് ഏത് രീതിയിലാണ് അത്തരത്തിലൊരു ചോദ്യത്തിന് പ്രസക്തി എന്നുള്ള കാര്യമാണ് അദ്ദേഹം ചോദിച്ചത്. അതുകൊണ്ട് കൃത്യമായ രീതിയിൽ ഇത് നടപ്പാക്കാൻ സാധിക്കും. അതിൻ്റെ സംസ്ഥാന സർക്കാരിന് അതിനുള്ള കൃത്യമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത് സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതെല്ലാം കഴിഞ്ഞ ദിവസത്തെ മന്ത്രിസഭാ യോഗത്തിൻ്റെ അന്തിമ പരിഗണനയ്ക്ക് വരുന്നതും അതേ തുടർന്ന് ഈ പ്രഖ്യാപനങ്ങളിലേക്ക് മുഖ്യമന്ത്രി കടന്നതും. വിനിഷ.